കുരുന്നുകളെ സ്വീകരിക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ പുതിയ വർഷത്തെ അധ്യയനത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ജൂൺ 1 സ്കൂളുകൾ തുറക്കുക. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെല്ലാം പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ക്ലാസ് മുറികളുടെ ശുചീകരണം, കുടിവെള്ള ക്ലോറിനേഷൻ, പെയിന്റ് അടിക്കൽ, കാർഡ് വൃത്തിയാക്കൽ, മരച്ചില്ല മുറിക്കൽ, ബെഞ്ച്, ഡെസ്ക്, അറ്റകുറ്റപ്പണി തുടങ്ങിയവ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായ പഠനാന്തരീക്ഷമൊരുക്കാൻ അധ്യാപകരും PTA കമ്മിറ്റികളും സജീവമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. യൂണിഫോം, പുസ്തകങ്ങൾ എന്നിവയെല്ലാം വിദ്യാർത്ഥികൾക്ക് നൽകിയതായി പറമ്പായി ശിവപ്രകാശം UP സ്കൂളിലെ പ്രധാനാധ്യാപിക M. സുചിത്ര പറഞ്ഞു. സ്കൂൾ തുറക്കുകയാണ്. അതിനുള്ള പരിപാടികളിലാണ് ഞങ്ങൾ. പെയിൻറ്റിങ് തുടങ്ങിയിട്ടുള്ള പെയിൻറ്റിങ്, കിണർ വൃത്തിയാക്കൽ, പിന്നെ ഇഴജന്തുക്കൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, പിന്നെ മരച്ചില്ലകൾ വെട്ടിമാറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. പിന്നെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് PTA മീറ്റിംഗ് ചേർന്നു ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. ലഭിച്ച പാഠപുസ്തകങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പ്രവേശനോത്സവം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ അധ്യാപകരും നാട്ടുകാരും. മഴക്കാലം കണക്കിലെടുത്ത് സ്കൂൾ പരിസരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും ശുചിത്വം ഉറപ്പാക്കുന്നതിനും പ്രത്യേക നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയം തുറന്ന് ആദ്യത്തെ 3 ദിവസങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങൾക്ക് മുമ്പിലും പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് സന്തോഷകരവും സുരക്ഷിതവുമായ സ്കൂൾ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. പുതുമയാർന്ന പഠന രീതികളിലൂടെ ഈ അധ്യയന വർഷം കൂടുതൽ ഫലപ്രദമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സെൻട്രൽ നരവൂർ LP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രേയാരാജ് പറഞ്ഞു. നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാ കുട്ടികളെ ഈ വർഷം പുതുതായിട്ട് വിദ്യാലയത്തിലേക്ക് വരുന്ന മക്കളെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാനുള്ള എല്ലാതര ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നേറി ഇപ്പം നടക്കുന്നുണ്ട്. മാത്രമല്ല, മികച്ച രീതിയിൽ കുഞ്ഞു മക്കളെ സ്വാഗതം ചെയ്യാൻ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അല്ലെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വർഷമായിരിക്കും. ഒരുപാട് കുട്ടികൾക്ക് ഈ വർഷം പുതുതായിട്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്. ക്ലാസ് മുറികളുടെ ശുചീകരണം മുതൽ കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കൽ വരെ വിവിധ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വീണ്ടും ഒരു പ്രവേശനോത്സവം വരവായി. വിദ്യാലയങ്ങളെല്ലാം കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. കുട്ടിക്കുറുമ്പുകളും കളിച്ചിരിയുമായ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് സൈറ്റ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.